ഗൈസ്, അപ്പൊ രാവിലെ തന്നെ ഞാൻ പോകുന്ന ചെള്ളക്കോടാക്കാന്ന്. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ചെള്ളക്കോടാന്ന്. ചെള്ളക്കോടിന്റെ രാവിലത്തെ വൈബ് ഞാനൊന്ന് കാണിച്ചു തരാട്ടാ. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയില്ലേ? ഇതാ ഞാൻ പറഞ്ഞേട്ടാ, രാവിലെ നല്ല വാങ്ങാന്ന് ചെള്ളക്കോട്. ഏതായാലും നമുക്ക് ഇതിന്റെ അപ്പുറം പോകില്ല, അവർ ഇങ്ങോട്ട് വരാറിന്. ഞാൻ അവരെ നെടുമ്പേലർക്ക് നേരെ ചീമേനേക്കാന്ന് കേട്ടോ പോയത്. കാരണം എനിക്ക് ചീമേനെ പോയി ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ചീമേനെത്തിയാടെ എന്നെ നെടുമ്പേന്ന് വിളിച്ചു. അതുകൊണ്ട് ഞാൻ നെടുമ്പേലേക്ക് തന്നെ തിരിച്ചു വന്നേ. ആദ്യം ഇനി ചീമേനൊക്കെ തന്നെ പോകണം. ലേശം മീൻ മണിക്കാനാണ്. ആടെ പോകുമ്പോൾ പല ടൈപ്പിൽ മീനുണ്ടായിന്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മുക്കടയിലേക്കാണ്. ആടെ ഒരാൾ വരാറിഞ്ഞിന്. എനക്കാളെ അറിയില്ല, എന്നോട് ഇവിടെ വന്ന് നിൽക്കാനാ പറഞ്ഞേ. എന്നെ അറിയാന്ന് പറഞ്ഞേട്ടാ. ഏതായാലും ആള് വന്നിട്ടുണ്ട്. ഞാൻ അവരെ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി പയ്യന്നൂരാക്കാം. ഞാൻ ഒറ്റക്കല്ല, നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും ഉണ്ടായിന്. നമ്മളെ നാട്ടിലത്തെ ആള് ഹോസ്പിറ്റലായിരുന്നു കേട്ടാ. ഏതായാലും അവരെ കണ്ട് പുറത്ത് ചെയ്യുമ്പോൾ ഇവരെ കമ്പനിക്കാരെ കണ്ടേ. ഏതായാലും അയാളോട് കുറച്ച് വർത്താനം പറഞ്ഞേ. അത് കഴിഞ്ഞ് നമ്മൾ ശേഷം എണ്ണ അടിച്ച് നേരെ വന്നേ. എന്നാലാന്ന് വരുന്നവർക്ക് കരിമീൻ ജ്യൂസ് ഉണ്ട്. എന്നാലും ഇവർ പറഞ്ഞ് കരിമീൻ ജ്യൂസ് വേണമെന്ന്. എന്നാലും കർണാടക വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഞാനും മോനാട്ടും മുരലാട്ടും കർണാടകനാണ് പയ്യന്നൂരൊക്കെ പോയിന്. എന്തായാലും കരിമീൻ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കരിമീൻ ജ്യൂസ് മോശമില്ല കേട്ടോ, അടിപൊളി ഉണ്ടായിന്. നാട്ടിലെത്തിയാടെ എനിക്കൊന്ന് ചെറുത്തൂരൊക്കെ ഒരു വട കിട്ടിന്. ഹോസ്പിറ്റലിലേക്കാണ്. ഏതായാലും അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തേ. ആടുന്ന് അവരെ കൂട്ടിട്ട് നേരെ ചീമേനേക്കാന്ന് പോയത്. ചീമേന് ചേരാം ഡോക്ടറെ കാണിക്കാനാണ്. ഇന്ന് ഫുൾ ആശുപത്രി കേസ് തന്നെ കേട്ടാ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നേ. ചീമേനെ ചെങ്ങായിമാരെ വിളിച്ചിന്. ഏതായാലും കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചീമേനെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ അത്രയല്ലോ. ഓക്കെ, ബൈ.